ടോപ്പിക്കിലേക്ക് സ്വാഗതം. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കേൾക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ന്യൂക്ലിയർ ഫാമിലിയാണോ ജോയിൻറ്റ് ഫാമിലിയാണോ ഇഷ്ടം, അപ്പോൾ അതിൻ്റെയൊക്കെ ബെനഫിറ്റ്സ്. അപ്പോൾ ഇതിപ്പം എന്ത് കാര്യം നമ്മൾ പറഞ്ഞാലും 100% അതൊക്കെ നടക്കണം എന്നില്ല. ഒരു 80% കുറച്ച് ചിലപ്പോൾ സക്സസ് ആയിരിക്കും. ഏത് പോയിന്റ് എടുത്താലും അങ്ങനെ. ഇപ്പൊ സമൂഹത്തിൽ എന്ത് കാര്യം പറഞ്ഞാലും ഒന്നും പൂർണ്ണത ഉണ്ടാവില്ല. കുറച്ച് കാര്യങ്ങൾ എപ്പോഴും അതിനകത്ത് എന്താവും, കുറച്ച് 10%-ന് എന്ത് കാര്യത്തിലും ഒരു നെഗറ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇപ്പൊ പറയുന്നതിൽ നമുക്കൊരു 80% എന്തിന്റെ കൂടെ നിൽക്കാമെന്ന്, ഏത് ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ഇപ്പോഴത്തെ കാലത്തെ ന്യൂ ജനറേഷൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ന്യൂക്ലിയർ ഫാമിലീസ് ആണ്. അവർക്ക് ജോയിന്റ് ഫാമിലിയോടുള്ള ഇഷ്ടം കുറവാണ്. എന്തുകൊണ്ടാണ്? ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പം CCTV ആണ് അല്ലെ. ജോയിന്റ് ഫാമിലിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു സർവേലൻസിലായിരിക്കും. അവരുടെ മുത്തശ്ശൻ, മുത്തശ്ശി, അല്ലെങ്കിൽ കൊച്ചച്ചന്മാര്, അങ്ങനെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ഒരു വൈബ് എന്താണെന്ന് വെച്ചാൽ കുടുംബ സംഗമങ്ങൾ കൂടുക. കാരണം ആ ഒരു ദിവസം മാത്രം അവരെ സഹിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ ഒരു കല്യാണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ളപ്പോൾ എല്ലാവരും ഒത്തുകൂടുന്നു. ഒരു വലിയ ഫംഗ്ഷൻസ്, ഒരു കുടുംബ സംഗമം കൂടുന്നു. ആ 1-2 ദിവസം എൻജോയ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നു, എല്ലാവരും ബൈ ബൈ പറഞ്ഞ് പിരിയുന്നു. ആർക്കും അതിൽ കൂടുതൽ ദിവസങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ എന്താണ് ഇതിന്റെ ജോയിന്റ് ഫാമിലിയുടെ ഇമ്പോർട്ടൻസ്? വെരി എന്താണ്, ഒരുപാട് പറഞ്ഞാൽ പറ്റത്തില്ല, ഒരുപാടുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പറ്റുന്നതിനേക്കാൾ കൂടുതൽ. കാരണം അതൊരു വലിയ സ്ട്രെങ്ത് ആണ് ജോയിന്റ് ഫാമിലി. നമ്മളെപ്പോഴും ഈ പറഞ്ഞ അപ്പൂപ്പൻ, മുത്തശ്ശൻ, അവരുടെയൊക്കെ ക്യാമറ കണ്ണുകളിലും അവർ നമ്മളെപ്പോഴും ശകാരിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ പറഞ്ഞാലും ഇവരുടെയൊക്കെ ആ ഒരു നിയന്ത്രണത്തിൽ, ഇവരുടെ നിരീക്ഷണത്തിൽ ഇരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങൾ. ഇന്നത്തെ കാലത്ത് ലഹരിയുടെ അടിമയാവുന്നവരും അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകുന്ന കുട്ടികളും ഒക്കെ ഈ പറഞ്ഞ ഇപ്പം മൊബൈലും കൊണ്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ ഇപ്പോഴും മുത്തശ്ശനും മുത്തശ്ശിയുള്ള വീട്ടിൽ കൊച്ചുങ്ങൾ ഫോണും കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും മുത്തശ്ശനും മുത്തശ്ശിയും പറയും, ഏത് നേരം ഈ ഫോണ് കുത്തിയിരിക്കുക, ഇവന് എടുത്തു വെക്കാൻ പാടില്ലേ, ഇവന് വിളക്ക് വെക്കാൻ പാടില്ലേ. എപ്പോഴും ഇങ്ങനെയാണ് അല്ലെ. അതേസമയം നിങ്ങളൊരു സിംഗിൾ ഫാമിലി ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മുത്തശ്ശനും മുത്തശ്ശിയൊന്നുമില്ല. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഫാമിലിയിൽ രാവിലെ എഴുന്നേക്കാന്ന് പറയുന്നത് തന്നെ റയർ. കാരണം അമ്മ ഫോണിലായിരിക്കും, അച്ഛൻ ഒരു സൈഡിൽ ഫോണിലായിരിക്കും, മിക്കവാറും ഫുഡ് ഓർഡർ ചെയ്യുമായിരിക്കും. എന്താ പറയണ, ഓരോരുത്തരും അവരുടേതായ തിരക്ക്. അവരുടെ ഉറങ്ങുന്ന സമയം എപ്പോഴോ ലേറ്റ് നൈറ്റ്, എഴുന്നേക്കുന്ന സമയം മറ്റൊരു സമയം. അവരുടെ റിതം ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താ പറയുന്ന ആ ഒരു സമയചക്രമൊക്കെ ഡിപ്പെൻസ് അപ്പോൺ ഓരോരുത്തരുടെ ജോലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇന്ന് ഉച്ചക്കത്തെ ഷിഫ്റ്റ് ആണെങ്കിൽ ആൾ ഉച്ചവരെ കിടന്നുറങ്ങും, ഒരു 12 എഴുന്നേറ്റ് പോയാൽ മതി. ഇപ്പം നൈറ്റ് കഴിഞ്ഞ് അങ്ങനെ നമുക്കൊരു സമയം ഉണ്ടാവില്ല. ന്യൂക്ലിയർ ഫാമിലിയിൽ നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് പോകുന്നു, നമ്മൾ എന്താണ് ഫുഡ് കഴിക്കുന്നു, അങ്ങനെയാവും. പക്ഷെ തീർച്ചയായിട്ടും ഒരു ജോയിന്റ് ഫാമിലിയിലാണെങ്കിൽ അത് നടക്കില്ല. അവർ നമ്മളെ തീർച്ചയായിട്ടും ഗ്രാൻഡ് പേരൻസ് വിളിക്കും, ഇത്ര സമയമായില്ലേ, എന്താ എഴുന്നേക്കാത്തെ. അവർക്ക് എല്ലാവരും എഴുന്നേപ്പിച്ചുകൊണ്ടേയിരിക്കണം അല്ലെ. അപ്പൊ അതിനകത്ത് ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും കിട്ടുന്നത് ജോയിന്റ് ഫാമിലിയിൽ തന്നെയാണ്. ഒബ്വിയസ്ലി അത് അങ്ങനെയായിരിക്കും. പക്ഷെ ന്യൂക്ലിയർ ഫാമിലിയിൽ എപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. നിങ്ങൾ ചിന്തിച്ചാൽ മതി, നമ്മളെ ആരെങ്കിലും കൺട്രോൾ ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം ഒരു ചിട്ടയോടെ പോകും. നമ്മളെ ആരും ശ്രദ്ധിക്കാനില്ലെങ്കിൽ അതൊരു അടുക്കും ചിട്ടയും തെറ്റിയ ലൈഫ് തന്നെയാണ്. നിങ്ങൾ എത്ര ഇതാണെന്ന്. അപ്പൊ ഇങ്ങനെ ജോയിന്റ് ഫാമിലി ജീവിക്കുമ്പോൾ നമ്മൾ ആ ഒരു അങ്ങനെ ഇപ്പൊ ഒരു പട്ടാള ചിട്ട ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രീഡം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ചിട്ടയായ ജീവിതശൈലിയിൽ കൂടി പോകും. നമ്മുടെ ജീവിതത്തിന്റെ ഒരു അടുക്കും ചിട്ടയും തീർച്ചയായും പാലിക്കപ്പെടും. അങ്ങനെ ജോയിന്റ് ഫാമിലിയിൽ ജീവിക്കുന്ന ഒരാള് അത് കുറെ നാള് ഇപ്പം നിങ്ങളുടെ ആ മുതുമുത്തച്ഛനൊക്കെ മരിച്ചു പോയാലും പിന്നെ വളർന്നു വരുന്ന നിങ്ങളും നിങ്ങളുടെ മക്കളും അത് ഫോളോ ചെയ്യും. പക്ഷെ സിംഗിൾ ഫാമിലിയിൽ നിങ്ങളുടെ കുട്ടികൾ കണ്ടുവരുന്നത് തന്നെ ഈ ഇങ്ങനെ ഒരു അടുക്കും ചിട്ടയും ഫോളോ ചെയ്യാത്ത ലൈഫാണെങ്കിൽ അവരും അത് നെക്സ്റ്റ് ജനറേഷൻ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യും. അവരുടെ മക്കളും അത്, കാരണം അവർ നല്ലതൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു അടുക്കും ചിട്ടയും തെറ്റിയ ലൈഫായിരിക്കും. അവരൊരിക്കലും ഒരു നല്ല ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നില്ല. ഇതൊക്കെ എക്സെപ്ഷനും ഉണ്ട് കേട്ടോ. ഇപ്പൊ സിംഗിൾ ന്യൂക്ലിയർ ഫാമിലി ജീവിക്കുന്നവര്, മുതുമുത്തശ്ശനും മുത്തശ്ശിയൊന്നും ഇല്ലാത്തവരൊന്നും അടുക്കും ചിട്ടയുള്ള ലൈഫ് അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അതും അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ജീവിക്കുന്നവരും ഉണ്ട്, അതൊന്നും ഇല്ല എന്നല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ 1 മണി വരെ കിടന്നുറങ്ങുന്നവർ, അല്ലെങ്കിൽ 12 മണി വരെ ആയിട്ടും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എഴുന്നേക്കാത്തവര്, ഇപ്പോൾ സ്ട്രിക്റ്റ് ആയ ലൈഫ് ഫോളോ ചെയ്യാത്തവർ, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാത്തവരെന്ന് പറയുന്നത് മേ ബി കൂടുതലും ഈ ഗ്രാൻഡ് പേരൻസ് ഒന്നും ഇല്ലാത്ത വീട്ടിലെ ആൾക്കാരായിരിക്കും. നിരീക്ഷിച്ചതിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളവര് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ സിംഗിൾ ലൈഫിൽ ജീവിച്ചിട്ടും അങ്ങനെയുള്ള അവസരങ്ങൾ ആരും കൺട്രോൾ ചെയ്യാൻ ഇല്ലാഞ്ഞിട്ടും ഒരു ചിട്ടയായ ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഞാൻ ഈ ജോയിന്റ് ഫാമിലിയുടെ ഗുണങ്ങൾ പറയുമ്പോൾ ഇവരിങ്ങനെ നമ്മളെ എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു വലിയ സ്ട്രെങ്ത് ആണ്, നമുക്കൊരു സപ്പോർട്ടാണ്.
ഇപ്പം ഫിനാൻഷ്യലി ആയിക്കോട്ടെ, നമുക്കൊരു അസുഖം വന്നാലായിക്കോട്ടെ, ഒരു മെന്റൽ സപ്പോർട്ട് ആയിക്കോട്ടെ, നമുക്ക് എല്ലാ സൈഡിൽ നിന്നും നമുക്ക് കുറെ ആൾക്കാരുണ്ട്. നമുക്കൊരു എന്താ പറയാ, അത് എന്താ പറയാ, ആൾബലം ഇല്ലാത്തവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അനുസരിച്ചുള്ളത്. നമുക്കൊരു ആഘോഷങ്ങൾ വന്നാൽ, നമുക്കൊരു സങ്കടം വന്നാൽ, നമുക്കൊരു വലിയ മെന്റൽ സപ്പോർട്ട് ആയിരിക്കും ജോയിന്റ് ഫാമിലി. നമുക്ക് ഒരുപാട് ആൾക്കാർ ഫീൽ ചെയ്യും. നമ്മളെ പുറത്തുനിന്ന് ഒരു അറ്റാക്ക് ചെയ്യാൻ, നമ്മളിപ്പോ ഒറ്റയ്ക്ക് ഒരിടത്ത് ഒതുങ്ങിക്കൂടി ജീവിക്കുകയാണെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. ഒരു വലിയ ആൾബലമുള്ളവരെ എന്താ അധികം ആരും അറ്റാക്ക് ചെയ്യാൻ പോയില്ല. അപ്പോൾ അതിങ്ങനെ നമുക്ക് കുറെ ഗുണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണേലും പറയാം. നിങ്ങൾക്ക് ജോയിന്റ് ഫാമിലിയാണോ ഇഷ്ടം, ന്യൂക്ലിയർ ഫാമിലിയാണോ ഇഷ്ടം? ഓക്കെ.